ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളായിട്ടുള്ള ആപ്പിൾ, അതേപോലെ തന്നെ ആമസോൺ, ടെസ്ല, ഗൂഗിൾ എന്നീ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഇതിന്റെയൊക്കെ പാർട്ണർ ആവണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ തന്നെയാണ്. ഇതിന് കാരണം പല ഗ്രൂപ്പുകളും റെഗുലേറ്റഡ് അല്ലാതെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്. അപ്പോ അതല്ല അതിന്റെ ശരിയായിട്ടുള്ള ഒരു രീതി. ഇപ്പോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ US-ലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ പറയുന്ന വേറൊരു കാര്യം, എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുമാണ്. അത് മാത്രമല്ല, ഇതിന്റെ ഒപ്പം തന്നെ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന കാര്യം കൂടി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ചെസ് നമ്പർ 1 ആയിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാര്യം, എന്തുകൊണ്ട് നമ്മൾ US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതാണ്. ഇതിന്റെ ഫസ്റ്റ് റീസൺ ആയിട്ട് പറയുന്നത് അതിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കൂടുതൽ റിട്ടേൺ കിട്ടാനും അതേപോലെ തന്നെ റിസ്ക് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമായിരിക്കും, ഈ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഏകദേശം ഒരേപോലെ വരുന്ന ഒരു കാര്യമാണല്ലോ, പിന്നെ എന്താണ് ഒരു വ്യത്യാസം എന്നുള്ളത്. ശരിയാണ്, ഒരു കാലത്ത് അതായത് ഒരു 5 വർഷം മുൻപൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നമ്മുടെ US മാർക്കറ്റിൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷമൊക്കെ വെച്ചിട്ട് അങ്ങനെയല്ല. അപ്പോൾ ഇപ്പത്തെ ഈ സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷമൊക്കെ വെച്ചിട്ട് ഈ റിലേഷൻ, അതായത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യം തന്നെ US-ൽ നടക്കുക എന്നുള്ളൊരു റിലേഷൻ ഉണ്ടല്ലോ, അത് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം ഒരു 5 വർഷത്തേക്ക് നമ്മൾ കുറെ പൈസ US മാർക്കറ്റിലും അതേപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് എടുത്തോട്ടെ അതേപോലെ തന്നെ US മാർക്കറ്റ് എടുത്തോട്ടെ, ഒരു ലോങ് ടേം ആയിട്ട് ഒരു 5 വർഷമൊക്കെ കണക്കിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു കുത്തനെയുള്ള ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഷോർട്ട് ടൈമിലോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പേടിക്കേണ്ട, നമുക്ക് റിസ്ക്കും കുറവായിരിക്കും. രണ്ടാമതൊരു കാര്യമായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഇന്ത്യൻ മണിയുടെ ഡിപ്രീസിയേഷൻ കൂടുന്നതാണ്. അതായത് ഈ ഡോളറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹൈപ്പിനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ആദ്യകാലത്ത് 1 രൂപയ്ക്ക് ഈക്വൽ ആയിട്ട് $50 ആയിരുന്നെങ്കിൽ പിന്നീട് അത് 1 രൂപയ്ക്ക് ഈക്വൽ ആയിട്ട് 70ഉം 80ഉം ഒക്കെ ആവുന്നുണ്ടല്ലോ. അപ്പം അതും ഒരു റീസൺ ആയിട്ടാണ് പറയണത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ മണിയുടെ ഈ ഡിപ്രീസിയേഷൻ കൂടുന്നു എന്നൊരു കാര്യമാണ്. അതായത് ഈ ഡോളറുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഒരു ഇന്ത്യൻ മണിയുടെ ഒരു കണക്കാണ് അതിനകത്ത് വരുന്നത്. അതായത് ഇത്ര ഡോളറിന്, അതായത് പണ്ട് $1 നമുക്കൊരു 50 രൂപ ആയിരുന്നെങ്കിൽ ഇപ്പോൾ $1 എന്ന് പറയുന്നത് 80 രൂപയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം ഒരു റീസൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ 50 രൂപയ്ക്ക് $1 വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം 80 രൂപ അടുത്ത് കിട്ടും. അപ്പൊ ഒരു 30 രൂപയുടെ അടുത്ത് ലാഭമാണ് നമുക്ക് ഈ ഒറ്റ കാര്യത്തിൽ വരുന്നത്. അത് തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലെസ് വോളറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു അസ്ഥിരതയുള്ള ഒരു രീതിയാണ് പിന്തുടർന്ന് വരുന്നത്. പക്ഷെ US മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈ അസ്ഥിരത ഭയങ്കര കുറവായിരിക്കും. നാലാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാല്യുവേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പം ഇന്ത്യയിലാണെങ്കിൽ ഈ വാല്യൂ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്രോക്കറേജ് ആയിട്ട് വളരെ വലിയൊരു പൈസയാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ US-ന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത്രമാത്രം വലിയൊരു എമൗണ്ട് ഈ ബ്രോക്കറേജ് ഫീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പം അതും ഒരു കാരണമാണ്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ വേർപൂൾ എന്ന് പറയുന്ന കമ്പനി. അപ്പൊ ഈ വേർപൂളിന്റെ ഇന്ത്യയിലെ ഒരു PE എന്ന് പറയുന്നത് 34 PE ആണ്. പക്ഷെ അത് US-ലായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 5.88 ആണ് അതിന്റെ PE വരുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവും. അതിനർത്ഥം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ വാല്യുവേഷൻ എന്ന് പറയുന്നത് കൂടുതലാണെന്ന് തന്നെയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ഇതിന്റെ ഒരു പ്രാധാന്യം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമുക്ക് ഈ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആമസോൺ, ആപ്പിൾ, ഗൂഗിൾ തുടങ്ങിയ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് 2 രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്ന്, നമുക്ക് ബ്രോക്കർ വഴി ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കമ്പനികളിലെല്ലാം. നമുക്ക് ഈ US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഈ സെറോദ എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയും അതേപോലെ തന്നെ അപ്സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് വഴിയാണ്.
ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതലും ഈ സെറോദ ആപ്പ് വഴിയാണ്. കാരണം ഈ സെറോദ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രോക്കറാണ്, അതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഇങ്ങനെ. ഈ സെറോദയിലും അപ്സ്റ്റോക്കിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ ഉപദേശിക്കുന്നില്ല. നമ്മൾ ഈ പറയുന്നതെല്ലാം നമുക്കറിയാവുന്ന ഇൻഫർമേഷൻസ് മാത്രമാണ്. അപ്പൊ കാര്യഗൗരവമായിട്ട് പഠിച്ചിട്ട് മാത്രമാണ് നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. നിങ്ങൾ ഇത്തരത്തിൽ ഇങ്ങനെ പോവാൻ ആലോചിക്കുകയാണെങ്കിൽ ഇവരുടെ ഹെഡ് ഓഫീസുകളിൽ വിളിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞ് നിങ്ങൾക്കത് കൺവിൻസ് ആയതിനു ശേഷം മാത്രം പോവുക എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. 3 ടൈപ്പ് മ്യൂച്വൽ ഫണ്ടാണ് സെറോദയിലുള്ളത്. മോട്ടിലാൽ ഒസ്വാൾ നാസ്ഡാക്ക് 100 ഫണ്ട് ഓഫ് ഫണ്ട്, അതേപോലെ തന്നെ ICIC പ്രൊഡൻഷ്യൽ നാസ്ഡാക്ക് 100 ഇൻഡെക്സ് ഫണ്ട്. ഒന്ന് ഗ്രോത്തും മറ്റൊന്ന് IDCWയും ആണ്. ICICയുടെ ഈ പ്രൊഡൻഷ്യൽ ഫണ്ട് നിലവിൽ വന്നത് 2002-ലാണ്. പക്ഷെ ഈ കഴിഞ്ഞ 2 വർഷത്തെ ഒരു ഗ്രോത്ത് എടുക്കുകയാണെങ്കിൽ 33% അതിന്റെ ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഈ ഫണ്ട് വിൽക്കുമ്പോൾ അതിന്റെ എക്സിലോട് 0 ആയതുകൊണ്ട് ഈ കാര്യത്തിൽ വലിയ പിടുത്തമൊന്നുമില്ല. ഇതിൽ മാനേജർക്ക് കൊടുക്കേണ്ടത് 0.52%. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈ റിസ്ക് കാറ്റഗറി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഫണ്ട് വാങ്ങാൻ 1000 രൂപയാണ് ഇടുന്നതെങ്കിൽ അതിലൊരു 8.50% മൈക്രോസോഫ്റ്റിലേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ ആപ്പിളിലേക്ക് അതേപോലെ തന്നെ ഒരു 8.18% പോകും. നിവിഡിയ കോർപ്പറേഷനിലാണെങ്കിൽ 7.55%, ആമസോണിലാണെങ്കിൽ 5.05% പോകും. അടുത്തൊരു മ്യൂച്വൽ ഫണ്ട് ആയിട്ട് പറയുന്നത് മോത്തിലാൽ ഒസ്വാൾ നാസ്ഡാക്ക് ഫണ്ട് ഓഫ് ഫണ്ട് ആണ്. ഈ ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് വാക്ക് സൂചിപ്പിക്കും പോലെ തന്നെ ഈ കൊടുക്കുന്ന പൈസ മുഴുവൻ ഒന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയല്ല, ഏറ്റവും ലാഭമുള്ള പല പല സ്ഥലങ്ങളിലായി ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിലൊരു പോരായ്മയായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ പൈസയും ഇങ്ങനെ മാനേജർമാരിലോട്ടൊക്കെ പോകും എന്നാണ് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് വരുന്നത്. ഇതൊരു മിനിമം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നത് 500 രൂപയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലും കുറച്ചധികം റിസ്ക് ഉണ്ടെന്നുള്ളതാണ്. ഇത് ഫണ്ട് ഓഫ് ഫണ്ട് ആയതുകൊണ്ട് നേരിട്ട് ഈ US കമ്പനിയിലേക്ക് പോകുന്നില്ല, അങ്ങനെ പലതായിട്ടാണ് US കമ്പനിയിലോട്ട് എത്തുന്നത്. ഈ ഫണ്ട് ഓഫ് ഫണ്ട് വഴി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ETF-ലേക്ക് നമ്മൾ പൈസ ഇടുക എന്നൊരു കാര്യമാണ്. അവിടെയാണെങ്കിൽ ഈ ഫണ്ട് ഓഫ് ഫണ്ട് പോലെ ഒരു ബ്രോക്കർ ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി മ്യൂച്വൽ ഫണ്ടിലൂടെ അല്ലാതെ സെറോദയിലൂടെ നേരിട്ട് നമുക്ക് ഷെയറുകൾ വാങ്ങാൻ പറ്റും. നിഫ്റ്റി ETF വഴിയും അതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടും നമുക്ക് ഷെയറുകൾ വാങ്ങാം. നിഫ്റ്റി ബീസ് പോലെ തന്നെയാണ് നിഫ്റ്റി ETF വഴി ഈ ആപ്പിളിന്റെ ബേസ് എമൗണ്ട് വാങ്ങുന്നതിന് ഏകദേശം 199 രൂപയാണ് ആകുന്നത്. ETF-ന്റെ ബേസ് എമൗണ്ട് ആയിട്ട് വരുന്നത് 166 രൂപയാണ്. നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ ആപ്പിളിന്റെ ഷെയർ വാങ്ങാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവുന്ന കാര്യമാണ്. പക്ഷെ ആപ്പിളിന്റെ ഷെയർ വാങ്ങുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ കമ്പനികളുടെ ഷെയർ വാങ്ങുമ്പോഴും അതിലും റിസ്ക് എലമെന്റ്സ് ഉണ്ട്. ഒരു ഹൈപ്പ് പെട്ടെന്ന് വരുന്നത് പോലെ തന്നെ ഒരു കൊളാപ്സും ഇതിലുണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. ഇപ്പം ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞുതരാൻ ആളുകളുണ്ട്. അതേപോലെ നമുക്ക് ഗൂഗിൾ വഴിയൊക്കെ അത് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. പക്ഷെ ഇതൊരു വലിയൊരു കമ്പനി ആകുമ്പോൾ US-ന്റെ ഒക്കെ വലിയ കമ്പനികളാകുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹെൽപ്പിനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റിസ്ക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ US കമ്പനികളിലൊക്കെ നമ്മൾ ഷെയർ ഇടാൻ ആഗ്രഹിക്കും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ വിശ്വസിച്ച് ഇൻവെസ്റ്റ് വലിയ ഹ്യൂജ് എമൗണ്ട് ഒന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഇവരുടെ ആളുകളൊന്നും അല്ല, നമ്മൾ ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. റിസ്കുകൾ എടുക്കുമ്പോൾ അത് സൂക്ഷിച്ച് തന്നെ എടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഇൻഫർമേഷൻസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞുതരാം.